കണ്ണൂരിൽ വൻ ലഹരി മരുന്ന് വേട്ട. എടക്കാട് സ്വദേശി വിഷ്ണുവിന്റെ വീട്ടിൽ നിന്ന് 142 ഗ്രാം MDMA-യും 22 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും പിടികൂടി. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഈ വാർത്തയുടെ? SKN എടക്കാട് സ്വദേശിയായിട്ടുള്ള വിഷ്ണു ലോറി ഡ്രൈവറാണ്. ഇയാൾ ഏതെങ്കിലും തരത്തിൽ ലഹരി വിൽപ്പന നടത്തുന്നുവെന്ന സൂചന നാട്ടുകാർക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. നാട്ടിൽ മാന്യനായ ഒരു യുവാവായിരുന്നു. പക്ഷേ പോലീസിന് ഇത് സംബന്ധിച്ച് വിവരമുണ്ടായിരുന്നു. ഇയാൾ 3 മാസമായി പോലീസിന് നിരീക്ഷണത്തിലായിരുന്നു. അതിൽ സംശയം വർദ്ധിപ്പിച്ചത് ഇയാൾ ഇടയ്ക്കിടെ ഈ CDM വഴി പണമിടപാട് നടത്തുന്നു, അതോടൊപ്പം ബംഗളൂരുവിലേക്ക് യാത്ര നടത്തുന്നു. ഇതാണ് പോലീസിന്റെ സംശയം വർദ്ധിപ്പിച്ചത്. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ ബംഗളൂരുവിൽ നിന്ന് ഈ ലഹരി മരുന്നുകൾ വ്യാപകമായി എത്തിച്ച് ഇയാളുടെ എടക്കാടിലുള്ള വീട് കേന്ദ്രീകരിച്ച് ലഹരി മരുന്ന് വിൽപ്പന നടത്തുന്നുണ്ടെന്ന കൃത്യമായ വിവരം പോലീസ് ലഭിച്ചത്. ഇതേ തുടർന്നാണ് ഇയാളെ വീട്ടിൽ നിന്ന് പിടികൂടിയത്. 142 ഗ്രാം MDMA, 22 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് ഇയാളിൽ നിന്ന് പിടികൂടിയത്. ഇയാൾ സ്കൂൾ വിദ്യാർത്ഥികൾ, അതോടൊപ്പം തന്നെ കോളേജ് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചാണ് ഈ ലഹരി മരുന്ന് വിൽപ്പന നടത്തി വരുന്നത് എന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ.